പോസ്റ്റൽ ഇൻഫോ പ്ലസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഓർഗനൈസേഷൻ ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കുറച്ച് അപ്ഡേറ്റഡ് കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു വീഡിയോ ഇതിനു മുമ്പിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു ക്ലാസ്സിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിരിക്കാം, കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത് ഡയറക്റ്റ് കൺട്രോൾ യൂണിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ കഴിഞ്ഞവിടെ നമ്മൾ പറഞ്ഞായിരുന്നു. അതായത് ഡയറക്ടറേറ്റിൻ്റെ അണ്ടറിൽ എന്തൊക്കെ വരുന്നത്, പിന്നെ സർക്കിൾ ഓഫീസിൻ്റെ അണ്ടറിൽ എന്തൊക്കെ വരുന്നത്, റീജിയണൽ ഓഫീസിൻ്റെ അണ്ടറിൽ എന്തൊക്കെ വരുന്നത്. അപ്പോൾ അതിനകത്ത് കുറച്ച് ടീമുകൾ പുതുതായിട്ട് വന്നായിരുന്നു, റക്കൻ PA, CEPT. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു എന്തൊക്കെയാണെന്ന് ഞാൻ ഡീറ്റെയിൽ ചെയ്യാമെന്ന്. ആ ഒരു പ്രോസസ്സാണ് ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു ടേബിൾ നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാം. അതായത് ഡയറക്ടറേറ്റിൻ്റെ അണ്ടറിൽ എന്തൊക്കെ വരുന്നുണ്ട്, അത് PLA ഡയറക്ടറേറ്റ്, പാഴ്സൽ ഡയറക്ടറേറ്റ്, ബിസിനസ് ഡെവലപ്മെൻറ്റ് ഡയറക്ടറേറ്റ്, CEPT, റക്കൻ PA, സർക്കിൾ ഓഫീസ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പറയുമ്പോഴത്തേക്കും PLA ഡയറക്ടറേറ്റ്, ബിസിനസ് ഡെവലപ്മെൻറ്റ് ഡയറക്ടറേറ്റ്, പാഴ്സൽ ഡയറക്ടറേറ്റ്, ഇതൊക്കെ ഡയറക്ടറേറ്റിൻ്റെ അണ്ടറിൽ തന്നെയുള്ള വിവിധ സെക്ഷൻസാണ്. അത് കഴിഞ്ഞ് വരുന്നത് CEPT ആണ്. CEPT എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഫോർ എക്സലൻസ് ഇൻ പോസ്റ്റൽ ടെക്നോളജി. അപ്പോൾ ഈ CEPT എന്ന് പറയുന്നത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെബ് റിലേറ്റഡ് കാര്യങ്ങൾ, പിന്നെ അതുപോലെ ടെക്നോളജി റിലേറ്റഡ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഈ CEPT ആണ്. CEPT മൈസൂർ നമ്മൾ കേട്ടിട്ടുണ്ട്, അതെന്തായാലും നമ്മൾ കേട്ടിരിക്കാൻ സാധ്യതയുണ്ട്. CEPT മൈസൂർ, അതാണ് മെയിനായിട്ടുള്ള CEPT മൈസൂരിലുള്ള. ഈ CEPTയുടെ കാര്യം പറയുമ്പോഴത്തേക്കും മെയിനായിട്ടുള്ള CEPT മൈസൂരിലാണ്, നാസർബാദിലാണ് ഉള്ളത്. കൂടാതെ ഒരു 6 യൂണിറ്റ്സും കൂടെ ഉണ്ട് CEPTയുടെ. ഇതിനൊക്കെ ഓരോ ധർമ്മങ്ങളും ഉണ്ട്. ഓരോ CEPTക്ക് ഓരോ ധർമ്മം അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മെയിൻ CEPT ആയ ഈ CEPT മൈസൂരിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് ഡീലിംഗ് വിത്ത് നാണ്യത. അതായത് നാണ്യത നമ്മൾ കേട്ടിട്ടുണ്ട്, ഈ ലെറ്റർ ബോക്സിൻ്റെ ക്ലിയറൻസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ടൈമാണ് നാണ്യത എന്ന് പറയുന്നത്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. ലെറ്റർ ബോക്സ് ക്ലിയറിങ്ങിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട ടൈം നാണ്യത, അങ്ങനെ ചോദിച്ചിട്ടുണ്ട് നാണ്യത. അപ്പോൾ ആ നാണ്യതയായിട്ട് ഡീൽ ചെയ്യുന്നത് ഈ CEPT മൈസൂരാണ്. പ്രോസസ് ഓഫ് അപ്ലോഡിങ് DOP ലേറ്റസ്റ്റ് ഓർഡേഴ്സ്, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റിൻ്റെ ലേറ്റസ്റ്റ് ഓർഡേഴ്സ് അപ്ലോഡ് ചെയ്യുക. പിന്നെ സർക്കുലേഴ്സ്, റൂൾസ് ഓൺ ഇന്ത്യ പോസ്റ്റ് വെബ്സൈറ്റ്, അതായത് ഈ DPയുടെ ലേറ്റസ്റ്റ് ഓർഡേഴ്സ്, സർക്കുലേഴ്സ്, ഇതൊക്കെ നമ്മുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുക എന്നുള്ളൊരു ധർമ്മമാണ് അവർക്കുള്ളത്. കൂടാതെ നാണ്യതയുടെ ബന്ധപ്പെട്ട ടീമുകളൊക്കെ ഡീൽ ചെയ്യുന്നതും ഈ CEPT മൈസൂരാണ്. പിന്നെ 6 യൂണിറ്റ്സ് ഓഫ് CEPT ഉണ്ടെന്ന് പറഞ്ഞ് അത് എന്തെന്ന് വായിക്കാം. അതായത് CEPT ചെന്നൈ ഉണ്ട്, CEPT ബാംഗ്ലൂരു ഉണ്ട്, CEPT ഹൈദരാബാദ് ഉണ്ട്, CEPT ഡൽഹി ഉണ്ട്, മുംബൈ ഉണ്ട്, പിന്നെ പാറ്റ്നയുണ്ട്. അങ്ങനെ 6 യൂണിറ്റ്സ് ഓഫ് CEPT ഉണ്ട്. ഇതിനെല്ലാം ഓരോ ധർമ്മങ്ങളും ഉണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ CEPT മൈസൂരിൻ്റെ ധർമ്മം നാണ്യത പ്ലസ് ഈ സൈറ്റിൽ ഇതൊക്കെ അപ്ലോഡ് ചെയ്യുക, ഓർഡേഴ്സ്, സർക്കുലേഴ്സ്. അതുപോലെ ഈ 6 യൂണിറ്റ്സ് ഓഫ് CEPTയുടെ ധർമ്മങ്ങൾ ഞാൻ പറയാൻ പോവാണ്. CEPT ചെന്നൈ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഡീലിംഗ് DPMS, അതായത് ഡെലിവറി പോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് സിസ്റ്റം, പിന്നെ EMO എൻക്വയറീസ് ആൻഡ് CSI മൈഗ്രേഷൻ, കോർ സിസ്റ്റം ഇൻറ്റഗ്രേഷൻ മൈഗ്രേഷൻ. അതായത് DPMS എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കണ്ടിട്ടുണ്ട്, ഈ പോസ്റ്റ്മാന് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആ ഒരു ടൈം കണ്ടിട്ടുണ്ട്, നമ്മൾ സോഫ്റ്റ്വെയറിലെ സിസ്റ്റത്തിലെ കണ്ടിട്ടുണ്ട്. DPMS ഈ ഡെലിവറി പോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് സിസ്റ്റം. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, EMOയുടെ എൻക്വയറീസ്, പിന്നെ CSI കോർ സിസ്റ്റം ഇൻറ്റഗ്രേഷൻ മൈഗ്രേഷൻ, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ടീമുകളാണ് ഈ CEPT ചെന്നൈ ഹാൻഡിൽ ചെയ്യുന്നത്. അതുപോലെ CEPT ബാംഗ്ലൂർ ഡീലിംഗ് വിത്ത് AML, ആൻറ്റി മണി ലോണ്ടറിങ്, പിന്നെ FRMU ഫോർ DEP. FRM എന്ന ഫ്രോഡ് റിസ്ക് മാനേജ്മെൻറ്റ് യൂണിറ്റ് എന്നാണ്. ഇതെല്ലാം ആൻറ്റി മണി എന്ന് കേൾക്കുമ്പോൾ അറിയാലോ, ആൻറ്റി മണി ലോണ്ടറിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പൈസ വെട്ടിപ്പ്. ഇപ്പോൾ നമ്മൾ ഒരുപാട് സ്കീമുകൾ റൺ ചെയ്യുന്നുണ്ട്, അതുമായിട്ട് ഫിനാൻഷ്യലായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരുപാട് ഫ്രോഡ് പരിപാടികളും വരാം. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള ടീമുകളൊക്കെയാണ് ഈ ആൻറ്റി മണി ലോണ്ടറിങ്, AML, FRMU ഫ്രോഡ് റിസ്ക് മാനേജ്മെൻറ്റ് യൂണിറ്റ്. അപ്പോൾ ഇതിനായിട്ടൊക്കെ സംബന്ധിച്ചുള്ളത് കൈകാര്യം ചെയ്യുന്നത് ഈ CEPT ബാംഗ്ലൂരുമാണ്. അതുപോലെ CEPT ഹൈദരാബാദ് ഡീലിംഗ് GDS ഓൺലൈൻ എൻഗേജ്മെൻറ്റ്, TTD സ്പെഷ്യൽ ദർശൻ ടിക്കറ്റ് ബുക്കിംഗ് ആൻഡ് ഷോപ്പ്, അതായത് GDS ഓൺലൈൻ റിക്രൂട്ട്മെൻറ്റിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, പിന്നെ ഈ TTD സ്പെഷ്യൽ ദർശൻ ടിക്കറ്റിൻ്റെ ബുക്കിംഗ്, അതായത് സ്പെഷ്യൽ ദർശനത്തിനുള്ള ടിക്കറ്റിൻ്റെ ബുക്കിംഗ്, ഷോപ്പ്, ഇതൊക്കെ CEPT ഹൈദരാബാദാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓരോ ടീമുകളും ഏതൊക്കെ CEPTയിൽ കൈകാര്യം ചെയ്യപ്പെടുന്നു എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക, ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ നമ്മൾ മെയിൻ CEPT മൈസൂർ കാര്യം പറഞ്ഞ്, പിന്നെ 6 യൂണിറ്റ്സ് ഓഫ് CEPT വേറെയുണ്ട്.
അതിൽ 3 കാര്യം പറഞ്ഞ് ഇനി ഒരു 3 ഉണ്ട്. അത് ഒരുമിച്ച് അങ്ങ് പറയുവാണ്. ഒരുമിച്ച് പറയുന്നപ്പോൾ CPT, ഡൽഹി, മുംബൈ, പാറ്റ്ന, ഇത് ഒരുമിച്ച് അങ്ങ് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇത് 3 ധർമ്മം എന്ന് പറയുന്നത് ഡീലിംഗ് ജനറൽ ടെക്നിക്കൽ ഇഷ്യൂസ് എന്നാണ്. അതായത് 3 ജനറലായിട്ടുള്ള ടെക്നിക്കൽ ഇഷ്യൂസ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഡീൽ ചെയ്യുന്ന CPTകളാണ് ഈ 3. അതുകൊണ്ട് ഒരുമിച്ച് ആ 3 പേരങ്ങ് പറഞ്ഞത്. അപ്പം നമ്മൾ CPT എന്ന ടൈം പറഞ്ഞു. ഇനി ആരൊക്കെ NPA, അതായത് റാഫി അഹമ്മദ് കിദ്വായ് നാഷണൽ പോസ്റ്റൽ അക്കാഡമി, ഇതെന്ന് പറയുന്നത് ഒരു അപ്പെക്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. നമ്മുടെ ഹയർ ഗ്രേഡ് ആയിട്ടുള്ള ഓഫീസേഴ്സിന് പിന്നെ ഫോറിൻ പോസ്റ്റൽ അഡ്മിനിസ്ട്രേഷൻസിനൊക്കെ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പെക്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് DOP ആണ് റാഫി അഹമ്മദ് കിദ്വായ് നാഷണൽ പോസ്റ്റൽ അക്കാഡമി. ഇതിൻ്റെ പഴയ പേര് PSCI എന്നാണ്, അതായത് പോസ്റ്റൽ സ്റ്റാഫ് കോളേജ് ഇന്ത്യ എന്നാണ് എൻ്റെ പഴയ പേര്. അതാണിപ്പോൾ റാഫി അഹമ്മദ് കിദ്വായ് നാഷണൽ പോസ്റ്റൽ അക്കാഡമി എന്ന് പുനർനാമകരണം ചെയ്തിരിക്കുന്നത്. 1977 ഈ പറഞ്ഞ PSCI ഫോം ചെയ്യുന്നത്. ഇത് പിന്നെ റീനെയിം ചെയ്യുന്നത് 2011. ഇപ്പോൾ റീനെയിം ചെയ്ത് ഈ ഒരു പേര് റാഫി അഹമ്മദ് കിദ്വായ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡിപെൻഡൻസ് ഇന്ത്യയിലെ ഫസ്റ്റ് കമ്മ്യൂണിക്കേഷൻ മിനിസ്റ്ററാണ് റാഫി അഹമ്മദ് കിദ്വായ്. അതിൻ്റെ പേരിലാണ് ഇപ്പോൾ അത് നാമകരണം ചെയ്തിരിക്കുന്നത്. ഇത് ഉത്തർപ്രദേശിലാണ്, ഗാസിയാബാദ് ഉത്തർപ്രദേശിലാണ് അതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓർത്തിരിക്കുക ആ ഒരു പേര്. പിന്നെ ആ ഒരു അദ്ദേഹത്തിൻ്റെ പേര് നമ്മുടെ റാഫി അഹമ്മദ് കിദ്വായ് എന്നുള്ളൊരു പേര്, പഴയൊരു പേര്, അത് റീനെയിം ചെയ്ത ഡേറ്റ്, ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചിരിക്കുക. അതൊരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. നമ്മുടെ ഹയർ ഗ്രേഡ് ഓഫീസേഴ്സിനെയൊക്കെ ട്രെയിനിങ് കൊടുക്കും. അപ്പം CPT പറഞ്ഞ് നാഷണൽ പോസ്റ്റൽ അക്കാഡമി, റാഫി അഹമ്മദ് കിദ്വായ് നാഷണൽ പോസ്റ്റൽ അക്കാഡമി പറഞ്ഞ് ഇനി PTC പറയാനുണ്ട്. PTC പോസ്റ്റൽ ട്രെയിനിങ് സെൻറ്റേഴ്സ്, നമ്മളത് കേട്ടിട്ടുണ്ട്. ഈ PA ഒക്കെ ആകുമ്പോഴത്തേക്കും അവിടോട്ട് ട്രെയിനിങ് വിടാറുണ്ട്. PTC മൈസൂര്, അതായത് ഇപ്പോൾ 6 PTCകളുണ്ട്. ആ ലിസ്റ്റ് ഞാനൊന്ന് വായിക്കാം. സഹരൻപൂരിലുണ്ട്, പിന്നെ വഡോദരയിലുണ്ട്, മൈസൂരിലുണ്ട്, ദർഭംഗ, മധുരൈ, ഗുവാഹട്ടി. സഹരൻപൂർ ഉത്തർപ്രദേശ് സർക്കിളിൽ, വഡോദര ഗുജറാത്ത് സർക്കിളിൽ, മൈസൂർ കർണാടകയിൽ, ദർഭംഗ എന്ന് പറയുന്നത് ബീഹാറിൽ, മധുരൈ തമിഴ്നാട്, ഗുവാഹട്ടി ആസാം. അപ്പോൾ ഇത്രയാണ് 6 PTCകൾ. ഇതിൽ ഓരോ PTCയുടെ അണ്ടറിലും ആ സർക്കിളിൻ്റെ ആൾക്കാർ മാത്രമല്ല മറ്റും വരാറുണ്ട്. അതായത് നമ്മുടെ ഈ കേരളത്തിൽ നിന്നുള്ളത് മൈസൂരിലോട്ടാണ് മിക്കവാറും പോകാറുള്ളത്. അപ്പോൾ അതാണ് പോസ്റ്റൽ ട്രെയിനിങ് സെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ ഈ PTC ഒക്കെ കൂടാതെ ഇനി റീജിയണൽ ട്രെയിനിങ് സെൻറ്റേഴ്സ് ഉണ്ട്, സോണൽ ട്രെയിനിങ് സെൻറ്റേഴ്സ് ഉണ്ട്, വർക്ക് പ്ലേസ് ട്രെയിനിങ് സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ സോണൽ ട്രെയിനിങ് സെൻറ്റേഴ്സ് എന്ന് പറയുന്നത് അത് 6 സോണൽ ട്രെയിനിങ് സെൻറ്റേഴ്സ് ഉണ്ട്. അത് ഈ പോസ്റ്റൽ അക്കൗണ്ട്സ് ഓഫീസേഴ്സിന് ഉള്ള ട്രെയിനിങ് നൽകുന്ന സെൻറ്റേഴ്സുകളാണ്. പോസ്റ്റൽ PAO നമ്മൾ ഇതിനും പറഞ്ഞിട്ടുണ്ട്. പോസ്റ്റൽ അക്കൗണ്ട്സ് ഓഫീസ് സിമ്പിളായിട്ട് നമ്മുടെ പോസ്റ്റ് ഓഫീസിൻ്റെയൊക്കെ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്ന ഓഫീസിൽ നിന്ന് ഓർത്തിരിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഈ പോസ്റ്റൽ അക്കൗണ്ട് ഓഫീസസിലെ ഓഫീസേഴ്സിനും സ്റ്റാഫുകൾക്കും ഉള്ള ട്രെയിനിങ്ങാണ് ഈ സോണൽ ട്രെയിനിങ് സെൻറ്റേഴ്സിൽ കൊടുക്കുക. അത് 6 എണ്ണമാണുള്ളത്. 6 ZTC ആണുള്ളത്. ഡൽഹിയിലെ, നാഗ്പൂരിലെ, ചെന്നൈയിലെ, കൊൽക്കത്തയിലെ, ലക്നൌവിലെ, പിന്നെ ഗുവാഹട്ടിയിലെ. പിന്നെ 485 വർക്ക് പ്ലേസ് ട്രെയിനിങ് സെൻറ്റേഴ്സ് ഉണ്ട്. അത് ഈ നമ്മുടെ സ്റ്റാഫുകൾക്ക് പിന്നെ ഈ GDSനൊക്കെ ഉള്ള ട്രെയിനിങ് നൽകുന്ന സെൻറ്റേഴ്സുകളാണ്. പിന്നെ റീജിയണൽ ട്രെയിനിങ് സെൻറ്റേഴ്സ് 4 എണ്ണമാണുള്ളത്. അത് ഭുവനേശ്വറിലുണ്ട്, നാസിക്, ഹുബാലി, ഡൽഹി. ഇവിടെയാണ് 4 റീജിയണൽ ട്രെയിനിങ് സെൻറ്റേഴ്സ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഡയറക്ടറേറ്റിൻ്റെ അണ്ടറിലുള്ള ടേമുകൾ വിശദീകരിച്ച് ഇനി സർക്കിൾ ഓഫീസിൻ്റെ അണ്ടറിൽ വരുന്നത് അതിനകത്ത് RLO എന്ന് പറഞ്ഞൊരു പോർഷനുണ്ട്, റിട്ടേൺ ലെറ്റർ ഓഫീസ്. അതായത് ഈ അൺക്ലെയിംഡ് ആയിട്ടുള്ള സെൻറ്റർക്കും വേണ്ട, അഡ്രസ്സിക്കും വേണ്ട, പിന്നെ അൺഅഡ്രസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല രീതിയിൽ അഡ്രസ്സ് ചെയ്യാത്ത ഇൻസഫിഷ്യൻ അഡ്രസ്സൊക്കെ ആയിട്ടുള്ള അങ്ങനെയുള്ള ഈ ആർക്കും വേണ്ടാത്ത ഈ കത്തുകൾ, ആർട്ടുകളൊക്കെ കൈകാര്യം ചെയ്യപ്പെടുന്നത് ഈ RLO വഴിയാണ്, റിട്ടേൺ ലെറ്റർ ഓഫീസ്. ഇതിൻ്റെ പഴയ പേര് ഡെൽ ലെറ്റർ ഓഫീസ് എന്നായിരുന്നു. പിന്നെ അത് 1970 റീനെയിം ചെയ്യപ്പെട്ട് RLO എന്നായിട്ട്, റിട്ടേൺ ലെറ്റർ ഓഫീസ് എന്നായിട്ട്. അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഓഫീസ് ഡീലിംഗ് വിത്ത് അൺഡെലിവറബിൾ ആർട്ടിക്കിൾസ് എന്നാണ്. അതായത് ഈ 2 കൂട്ടർക്കും വേണ്ടാത്ത അൺക്ലെയിംഡ് ആയിട്ടുള്ള ലെറ്റേഴ്സ്, അൺഅഡ്രസ്ഡ് ആയിട്ടുള്ളത്, ഇൻസഫിഷ്യൻ്റ് അഡ്രസ്സ് ഉള്ള ആർട്ടിക്കിൾസ്, പിന്നെ പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾ, ഇതൊക്കെ കൈകാര്യം ചെയ്യപ്പെടുന്നത് RLO വഴിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആർട്ടിക്കിളുകൾ, ഈ പ്രശ്നമുള്ള ആർട്ടിക്കിളുകൾ അവിടെ ഇങ്ങനെ സൂക്ഷിച്ചിട്ട് ഒരു നിശ്ചിത കാലം സൂക്ഷിച്ചിട്ട് പിന്നെ അത് അവരെ റൂൾ പ്രകാരം അത് ഡിസ്പോസ് ചെയ്യാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു കാര്യമാണ് നമ്മളത് ഒരു പറയുന്ന അടുത്ത ഒരു ചെറിയ ടേബിളായിട്ട് ആർട്ടിക്കിൾ ടൈപ്പ്, ഓരോ ടൈപ്പിനും എങ്ങനെയാണ് അതിൻ്റെ ഡിറ്റൻഷൻ പീരീഡ് വരുന്നത്, എങ്ങനെയാണ് ആർട്ടിക്കിൾ ഡിസ്പോസ് ചെയ്തതെന്ന് പറഞ്ഞൊരു ടൈമാണ്. അൺരജിസ്റ്റേർഡ് ആർട്ടിക്കിൾ ആണെങ്കിൽ 15 ദിവസം അത് ഡിറ്റൻഷൻ ചെയ്യും അവിടെ, പിന്നെ അത് ഡിസ്പോസ് ചെയ്യും. ഷെഡിങ് മെത്തേഡ് കൊണ്ട്, ഓപ്ഷൻ മെത്തേഡുണ്ട്. വില കൂടിയ ഐറ്റംസൊക്കെ ആണെങ്കിൽ ലേലം വിളിച്ചുള്ള ഡിസ്പോസലാണ്, അല്ലെങ്കിൽ ഷെഡിങ് മെത്തേഡ് വഴി നമ്മളത് ഡിസ്പോസ് ചെയ്യും.
അപ്പോൾ അൺരജിസ്റ്റേഡ് ആർട്ടിക്കിൾസിന് 15 ദിവസവും രജിസ്റ്റേഡ് ആയിട്ടുള്ളതും പിന്നെ വാല്യുബിൾ ആയിട്ടുള്ള ഐറ്റംസിന് 30 ദിവസമാണ് അവിടെ ഡിറ്റക്ഷൻ ചെയ്യുന്നവർ. പിന്നെ വാല്യുബിൾ ആയിട്ടുള്ള ഐറ്റമാണ് ആക്ഷൻ ഈ ലേലം വിളിച്ചുള്ള ഡിസ്പോസൽ നടക്കുന്നത്. ബാക്കിയെല്ലാം ഷെഡിങ് മെത്തേഡ് വഴിയാണ് അത് ഡിസ്പോസൽ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് RLA കുറിച്ച് ഇത്ര ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതിയാവും. ഇനി വരുന്നത് PSD, CSD, പോസ്റ്റൽ സ്റ്റോർസ് ഡിപ്പോ, സർക്കിൾ സ്റ്റാമ്പ്സ് ഡിപ്പോ. അതായത് സർക്കിൾ സ്റ്റാമ്പ്സ് ഡിപ്പോ എന്ന് പറഞ്ഞാൽ പേരാണ് തന്നെ സ്റ്റാമ്പുകൾ, സർട്ടിഫിക്കറ്റുകൾ ഇതൊക്കെ പോസ്റ്റ് ഓഫീസിനും RMSനൊക്കെ സപ്ലൈ കൊടുക്കുക. PSD, പോസ്റ്റൽ സ്റ്റോർ ഡിപ്പോ ആകുമ്പോഴത്തേക്കും ഈ ഫോമുകൾ അതുപോലത്തുള്ള കാര്യങ്ങളൊക്കെ സ്റ്റേഷനറികൾ ഇതൊക്കെ പോസ്റ്റ് ഓഫീസിനും RMSനും സപ്ലൈ കൊടുക്കുക. ഇതൊക്കെയാണ് ഇത് രണ്ടിൻ്റെ ധർമ്മം. ഇപ്പോൾ ഈ PSDയും CSD ഒക്കെ മെർജ് ചെയ്തിട്ട് PSD തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസാണ് പറയുന്നത്. PSD ഫോർ ഓൺലി PSD റിലേറ്റഡ് സർവീസസ് പറഞ്ഞല്ലോ, ഇത് മെർജ് ചെയ്ത് പോയി. പണ്ട് വേറെ ഉണ്ടായിരുന്നു പോസ്റ്റൽ സ്റ്റോർ ഡിപ്പോ, സർക്കിൾ സ്റ്റാമ്പ് ഡിപ്പോ, ഇപ്പോൾ മെർജ് ചെയ്ത് പോയി. അപ്പോൾ PSD ഫോർ ഓൺലി PSD റിലേറ്റഡ് സർവീസസ് ചെയ്യുന്നത് 11 അതായത് PSDകൾ ഫോർ ഓൺലി PSD വർക്ക് അത് 11 സ്ഥലത്താണുള്ളത്. PSD ഫോർ ബോത്ത് PSD ആൻഡ് CSD റിലേറ്റഡ് സർവീസ് ഈ PSDകളുണ്ട്. അവിടെ ഈ PSDയുടെ വർക്കും നടക്കും, CSDയുടെ വർക്കും നടക്കും. അങ്ങനെയുള്ളൊരു 15 പ്ലേസ് ഉണ്ട്. പിന്നെ CSDയുടെ വർക്ക് മാത്രം നടക്കുന്ന ഒരൊറ്റ PSD മാത്രമേ ഉള്ളൂ. PSDയുടെ റിലേറ്റഡ് വർക്ക് മാത്രം നടക്കുന്ന PSDകൾ 11 ഉണ്ട്. പിന്നെ ഈ PSDയും CSDയും വർക്കുകൾ നടക്കുന്നത് 15 ഉണ്ട്. അപ്പം നമുക്ക് പറയാം ടോട്ടൽ PSD ഫോർ PSD റിലേറ്റഡ് സർവീസ് 26 അതായത് ഈ 11ഉം 15ഉം. ഈ 11ഉം 15ലും ഈ PSDയുടെ കാര്യം നമ്മൾ പറഞ്ഞു. അപ്പോൾ ടോട്ടൽ PSD ഫോർ PSD റിലേറ്റഡ് സർവീസ് വയ്ക്കുമ്പോഴത്തേക്കും ഈ 11 + 15 26 പക്ഷേ PSD ഫോർ ഓൺലി CSD റിലേറ്റഡ് സർവീസ് ഒറ്റ ഒരെണ്ണമാണ്, ഓർത്തിരിക്കുക. ഇപ്പോൾ ഹെഡ് ഓഫ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞൊരു സെക്ഷനാണ്. അതായത് ഓരോ യൂണിറ്റ്സിൻ്റെ ഹെഡ് ആരാണ് അത് നിങ്ങൾക്കൊരു സ്ക്രീനിൽ ഇപ്പോൾ കാണാം ഒരു സ്ലൈഡ്. അതിനകത്ത് ഒരുപാട് ടേമുകൾ വരുന്നുണ്ട്. അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേം എന്ന് പറഞ്ഞു പോകണം. അതെന്തായാലും പഠിക്കുക, ബാക്കി പഠിക്കേണ്ടെന്നല്ല, ഇതെന്തായാലും പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. APSൻ്റെത് അഡീഷണൽ DG ആണ് അതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത്. പിന്നെ PLA ഡയറക്ടറേറ്റ്, ബിസിനസ് ഡെവലപ്മെൻറ്റ് ഡയറക്ടറേറ്റ്, പാഴ്സൽ ഡയറക്ടറേറ്റ് ഇതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് ചീഫ് ജനറൽ മാനേജറാണ്. ചീഫ് ജനറൽ മാനേജർ. പിന്നെ RLOടത് അത് മാനേജറാണ് അതിൻ്റെ ഹെഡ് വരുന്നത്. PTCയുടെ ഡയറക്ടറാണ്. RUC & PAയുടെയും ഡയറക്ടറാണ്. പിന്നെ MMSൻ്റെ സീനിയർ മാനേജർ അല്ലെങ്കിൽ മാനേജറാണ് എൻ്റെ ഹെഡ് എന്ന് പറയുന്നത്. GPO അതിൻ്റെ ഡയറക്ടർ അല്ലെങ്കിൽ ചീഫ് പോസ്റ്റ് മാസ്റ്റർ അല്ലെങ്കിൽ സീനിയർ പോസ്റ്റ് മാസ്റ്ററാണ് അതിൻ്റെ ഹെഡായിട്ട് വരുന്നത്. അടുത്ത കുറച്ച് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് ഒരു പോസ്റ്റ് ഓഫീസ് സെൻറ്ററിൽ എത്ര ഏരിയ വരും, പിന്നെ എത്ര ആൾക്കാർ അത് സെർവ് ചെയ്യും, എത്ര HOകളുണ്ട്, SOകളുണ്ട്, BOകളുണ്ട്, എത്ര പോസ്റ്റ് ഓഫീസ് ഫുൾ ടോട്ടലി കൺട്രിയിലുണ്ട്. അതിൻ്റെ എണ്ണമൊന്നും ഞാൻ പറയുന്നില്ല, അതിന് ജസ്റ്റ് ഒരു സ്ലൈഡ് ഞാൻ സ്ക്രീനിൽ കാണിച്ചേക്കാം. ഇത് നിങ്ങളെപ്പോഴും ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. ഇപ്പോൾ ഇതിപ്പം യൂട്യൂബ് പ്ലാറ്റ്ഫോമാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പം ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ എനിക്കത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റാതെ അപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് മിസ്ലീഡിങ് ആയിരിക്കും. അതുകൊണ്ടാണ് അതിപ്പോൾ എത്രയാണെന്ന് ഞാൻ പറയാത്തത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിപ്പോൾ സ്ക്രീനിൽ ഞാൻ കാണിക്കുന്നുണ്ട്, ഏതൊക്കെയാണ് അത് നോട്ട് ചെയ്യേണ്ടതെന്ന്. ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക, ഇതൊക്കെ എത്രയാണ് എൻ്റെ ഡിജിറ്റ് എന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോ തൽക്കാലം ഞാൻ ഇവിടെ നിർത്തുവാണ്. കുറച്ച് കാര്യങ്ങളെ പറഞ്ഞു പോകുന്നുള്ളൂ, ഒരുപാട് പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അഭിപ്രായ നിർദ്ദേശങ്ങളും കമൻറ്റുകളെ രേഖപ്പെടുത്തുക. താങ്ക് യു.